മിസ്റ്റർ ജെബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാഷണൽ പാനസോണിക് അല്ല, നാഷണലിൻ്റെ ഒരു കാസറ്റിൻ്റെ ആംപ്ലിഫയറിൽ ഒരു എക്സ്ട്രാ ബാസ്റ്റബിൾ ബോർഡ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത്. ഇതൊരു IC വരുന്നൊരു ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസും ട്രിബിളും കുറച്ച് കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ ബാസ്റ്റബിൾ ബോർഡ് നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പം ഈ ഒരു ബോർഡാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. പവർ ട്രിക്കിൻ്റെ ഒരു ചെറിയൊരു ബാസ്റ്റബിൾ ബോർഡ് എക്സ്ട്രാ നമ്മളിതിനകത്തേക്ക് കയറ്റാൻ പോകണം. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ് എത്രത്തോളം മാറും നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത്. കാണാൻ പറ്റും 4440 IC ആണെന്നാണ് തോന്നുന്നത്. പഴയ ബോർഡാണ് കേട്ടോ, അത്യാവശ്യം പഴക്കമുള്ളൊരു ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബേസും ട്രിബിളും കുറച്ച് കുറവാണ്. FM മോഡ് കൂടി വരുന്നൊരു സെറ്റാണ്. ഒരു ബാൻഡൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നൈസായിട്ട് അഴിച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു ബേസ് ട്രിബിൾ കയറ്റേണ്ടത്. ഒരുപാട് സ്പേസ് നമുക്ക് എക്സ്ട്രാ കിടപ്പുണ്ട്. ഒരു 12 വോൾട്ട് 3 ആംപിയറിൻ്റെ ട്രാൻസ്ഫോമർ ആണെന്ന് തോന്നുന്നു. എന്നാലും നമുക്ക് കൊടുത്തു നോക്കാം. നമ്മുടെ ബോർഡ് വരുന്നത് 12 വോൾട്ടാണ്. സപ്ലൈ നമുക്ക് അതിൻ്റെ നിന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എൻ്റെ ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്പണിംഗ് വരുന്നുണ്ട്. ആ ഒരു സർക്യൂട്ടൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല പഴക്കമുള്ള ബോർഡാണ് കേട്ടോ. പിന്നെ അത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് പരിപാടിയാണ്. നമുക്ക് FMൻ്റെ ബാൻഡ് കൂടി വരുന്നുണ്ട്. ഇച്ചിരി ടാസ്ക്കാണ്. ബോർഡ് വയറൊന്നും ഇളകാത്ത രീതിയിൽ, കാരണം മാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇന്നതിൻ്റെ ബോർഡാണെന്നുള്ള മാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. ഇന്നതിൻ്റെ കണക്ഷൻ ഇവിടെയാണ് വരുന്നതെന്ന് മാർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം കുറച്ച് ടാസ്ക് പരിപാടിയാണ്. എന്തായാലും നമുക്ക് നോക്കാം. അതൊന്ന് ബോർഡൊന്ന് അഴിക്കണം. ബോർഡ് അഴിക്കണമെങ്കിൽ നമുക്ക് ഈ വോളിംഗ് കൺട്രോൾ 4 വോളിംഗ് കൺട്രോൾ അഴിക്കണം. വേറെ സ്വിച്ചൊന്നുമില്ല. സ്വിച്ചൊക്കെ ഒറ്റ ഇതിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് ബോർഡിൽ തന്നെ വരുന്നുണ്ട്. ഇളക്കം എടുക്കുവാണ്. നമുക്ക് എന്തായാലും നോക്കാം. നമ്മുടെ ബോർഡ് ഇതാണ്, പവർ ട്രിക്കിൻ്റെ. നമ്മൾ വയറെല്ലാം സോൾഡർ ചെയ്തു, വോളിംഗ് കൺട്രോൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു USB മോഡ്യൂൾ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഒരു USB മോഡ്യൂൾ നമുക്കിവിടെ കാണാൻ പറ്റും. മെക്കാനിസം വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് USB മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓഡിയോ ഔട്ട് വരുന്നത് ഇവിടെയാണ്. അത് കാണുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഗ്രൗണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ ആയിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിന്നുള്ള ബാസ് ട്രിബിൾ നമ്മൾ ഊരിവിടും, വോളിംഗ് കൺട്രോളും ഊരിവിടും. എന്നിട്ട് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് അതിൻ്റെ പെർഫോമൻസ് കാണിക്കാം. ഇപ്പോൾ എന്തായാലും നമുക്ക് തിരിച്ച് പറ്റാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ ഇതിൻ്റെ അകത്ത് നിന്ന് ഇളകി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ് എവിടെയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിൻ്റെ ഓഡിയോ ഇൻപുട്ടിൽ നമ്മളൊരു ബാസ്റ്റബിൾ ബോർഡ് കൊടുത്തു. വോളിംഗ് കൺട്രോൾ അതിൻ്റെ തന്നെ വോളിംഗ് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്തൊരു ബാസ്റ്റബിൾ ഓൾറെഡി ഉണ്ട്. അത് നമ്മൾ ഫുള്ളാക്കിയിട്ടു. അത് നമ്മൾ ഫുള്ളാക്കിയിട്ട് ഈ വോളിംഗ് കൺട്രോൾ നമ്മൾ അകത്ത് വെക്കുകയാണ്. ഫുള്ളാക്കിയിട്ട് ഇത് ഇളക്കുന്നില്ല, ഡീസോൾഡർ ചെയ്യുന്നില്ല. അകത്ത് തന്നെ നമ്മൾ ഫുള്ളാക്കി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ ഇപ്പം വെച്ച ബാസ്റ്റബിളിൻ്റെ വോളിയം കൺട്രോൾ ആയിരിക്കും നമ്മളിവിടെ വെക്കുന്നത്. വോളിയവും ബാലൻസും ഇതിൻ്റെ ഒറിജിനൽ ഇതിനകത്തുള്ള ഈ ബോർഡിനകത്ത് തന്നെയുള്ള ബാലൻസും വോളിയം ആയിരിക്കും ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമുക്കെല്ലാം തിരിച്ച് നൈസായിട്ട് ഫിറ്റ് ചെയ്യാം. സപ്ലൈ എടുത്തേക്കുന്നത് നമ്മുടെ ഈ ഒരു കപ്പാസിറ്ററിൽ നിന്ന്, ഈ ഒരു മെയിൻ കപ്പാസിറ്ററിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നെഗറ്റീവാണ്. നമ്മൾ ഇതിനാണ് 12 വോൾട്ട് സപ്ലൈ എടുത്തിരിക്കുന്നത്. ഓഡിയോ ഇന്നും ഓഡിയോ ഔട്ടും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓക്സിൻ്റെ സോക്കറ്റിൻ്റെ ഓക്സ് വരുന്ന ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഓഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നമുക്ക് തിരിച്ചെല്ലാം ഫിറ്റ് ചെയ്ത് നൈസായിട്ട് ആ പഴയ പോലെ തന്നെ നമുക്കെല്ലാം തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഈ ഒരു ബോർഡ് നമുക്കിവിടെ ഫിറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. കാര്യം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാസ് ട്രിബിളും ഇതിനകത്ത് നിന്നും വോളിയം കൺട്രോൾ ഈ ബോർഡിനകത്ത് തന്നെ നമുക്കൊരു ബാസ് ട്രിബിൾ സെക്ഷൻ വരുന്നുണ്ട്.
അത് നമ്മൾ എടുത്ത് കളഞ്ഞിട്ടില്ല, കട്ട് ചെയ്ത് മാറ്റിയിട്ടൊന്നുമില്ല. അതിൻ്റെ ബാസ് നമ്മൾ ഫുൾ ഇട്ടു. അപ്പോൾ നമ്മൾ ഏത് ആംപ്ലിഫയർ ചെയ്യാൻ ഈ ഒരു ചെറിയൊരു ട്രിക്ക് ചെയ്താൽ മതി. അതിൻ്റെ ബാസ് നമ്മൾ ഇളക്കി കളയണ്ട, അത് ഫുൾ ഇടുക. ഫുൾ ഇട്ടിട്ട് ഇതിലേക്ക് ഇന്ന് വരുന്ന ഓഡിയോ, ഇപ്പം USB പ്ലെയർ ആണോ അല്ലെങ്കിൽ മെക്കാനിക്സ് ആണോ, ഇതിൽ നിന്ന് ഓഡിയോ ഇന്ന് വരുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ബാസ്റ്റബിൾ വഴി കയറ്റി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഔട്ട്പുട്ട് കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാസ്റ്റബിൾ ബോർഡ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു USB പ്ലെയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട്, ആ ഔട്ട്പുട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇന്നോട്ട് കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഔട്ട് എടുത്താണ് നമ്മൾ ഈ ഒരു ആംപ്ലിഫയറിൻ്റെ സെക്ഷനിലേക്ക് നമ്മൾ ഇന്നോട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വോളിയം വരുന്നത് ഇതിനകത്ത് തന്നെ ഒരു വോളിയം. അഥവാ ഇനിയിപ്പം വോളിയം കൺട്രോൾ ഒന്നും ഇല്ലാത്തൊരു ബോർഡാണ്, ഒരു ഡ്രൈവർ യൂണിറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് വോളിയം ഇടാൻ ഇതിന് മുമ്പായിട്ട് പ്രീ ആയിട്ട് വോളിയം ഇടുക. അതായത് USB പ്ലെയറിൽ നിന്ന് വരുന്ന ഓഡിയോയിൽ ഒരു വോളിയം കൺട്രോൾ സെറ്റ് ചെയ്തിട്ട് ഗ്രൗണ്ട് ഉൾപ്പെടെ വെച്ച് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ബാസ്റ്റബിൾ ബോർഡിലേക്ക് കൊടുത്തു വിടുക. ഈ ഒരു ബാസ്റ്റബിൾ ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു LM324 LM324N എന്ന് പറയുന്ന IC വെച്ചിട്ടുള്ള നല്ലൊരു ബോർഡ് തന്നെയാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ എന്തായാലും നമുക്ക് ലാസ്റ്റ് ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി കാണിക്കാം. ഈ ഒരു ബോർഡിൽ നിന്ന് സെറ്റ് ചെയ്താൽ മതി, നമ്മുടെ പണി കഴിഞ്ഞു. അപ്പം നമ്മുടെ പണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അടിപൊളിയായിട്ട് ഇതിനകത്തൊരു ബാസ്റ്റബിൾ ബോർഡ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പെർഫോമൻസ്, അതായത് LA4440 ICക്ക് ഒരു കിട്ടാവുന്ന മാക്സിമം പെർഫോമൻസിൽ അടിപൊളിയായിട്ട് ബാസ്റ്റബിൾ ഈ ഒരു ബോർഡ് നമുക്ക് തരുന്നുണ്ട്, പവർ ട്രിക്കിൻ്റെ ബോർഡ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലുള്ള വീഡിയോസാണ് നമ്മൾ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക താല്പര്യമുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.